സിദ്ധു ഞാൻ പരീക്ഷ എഴുതില്ലല്ലോ. ബൈ. ഇന്ന് രാവിലത്തെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്നത്തെയും പോലെയല്ല, വേറൊന്നല്ല, നമ്മളെ മക്കൾക്ക് പരീക്ഷ തുടങ്ങി. സിദ്ധുവിന് തുടങ്ങിയിട്ടില്ല, കുഞ്ഞുവിന് തുടങ്ങി. നമുക്കാണെങ്കിൽ ചായക്കൂട്ടൽ മാത്രം ഉണ്ടാക്കിയാൽ പോരാലോ, എന്താ ചോറിന്റെ പരിപാടിയും കൂടി നോക്കണ്ടേ. അതുകൊണ്ട് ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഒരു സമാധാനമുള്ള എന്താന്ന് വെച്ചാല്, ഇന്നലെ ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്, രാവിലെ ഇതാക്കണം അല്ലെങ്കിൽ കറി ഇതാക്കണം എന്നൊക്കെ. ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ദിവസങ്ങളിൽ ശരിക്കും നല്ല കഷ്ടപ്പാടാ. എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു കഷ്ണം വെള്ളരി ഉണ്ടാവും, അപ്പം പരിപ്പ് ഉണ്ടാവൂല. വേറെ മീൻ വെക്കാന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ തേങ്ങയ്ക്ക് ക്ഷാമം, അതിനെ കൊണ്ട് തേങ്ങ ഉണ്ടാവൂല. അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഇന്നെല്ലാം കണക്ക് കൂട്ടി വെച്ചതിനെ കൊണ്ട് തന്നെ മുട്ട റോസ്റ്റും ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മുട്ട കുക്കറിലാട്ടോ വെച്ചത്. കുക്കറിലാവുമ്പം 2-3 വിസിലാവുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയല്ലോ. ഒന്നാമത് ഇവിടെ ഗ്യാസിന് ഭയങ്കര ക്ഷാമാണേ. പെട്ടെന്ന് തന്നെ ഗ്യാസ് തീരുന്നുണ്ട്. 1.5 മാസം ഒന്നും ഒപ്പിക്കാൻ കൂടി ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ കുക്കറിൽ മുട്ട വെച്ചതിന് ശേഷം പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, അപ്പൊ ഈ സാധനങ്ങളെല്ലാം മുറിച്ച് അരിഞ്ഞ് ഓരോ സ്ഥലത്ത് വെച്ചിട്ടോ. പിന്നെ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീൻ. അത് ഇന്നലെ മുറിക്കായിരുന്നു എന്ന് പറയാട്ടോ സതീഷേട്ടനോട് ഞാൻ. ഇന്നലെ കൊണ്ടുവന്നിട്ട് എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ഇന്നലെ മുറിക്കാത്തതാ. എന്തോ സന്ധ്യ ആയപ്പം പിന്നെ മടിയായി. എന്ന് വെച്ച് മതി നാളെ മുറിക്കാന്ന്. പക്ഷെ രാവിലത്തെ എന്റെ വെപ്രാള കളിയിൽ ആ മീൻ മുറിക്കലും കൂടി കുറച്ചൊരു ബുദ്ധിമുട്ടാട്ടോ. പരീക്ഷ ആയതിനെ കൊണ്ട് തന്നെ കുട്ടികളെ ലേശം നേരത്തെ വിളിക്കലുണ്ട്, കുറച്ച് വായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സതീഷേട്ടനും കൂടി വന്നിട്ട് മുട്ടക്കറിയുടെ പരിപാടിയെല്ലാം മൂപ്പര് നോക്കി. കുക്കറിൽ തന്നെ അങ്ങ് മുട്ട റെഡിയാക്കി. പിന്നെ നമ്മൾ ചോറിന് കുറച്ച് നേരം ലേറ്റ് ആയാൽ പിന്നെ അപ്പാട് കഞ്ഞിയായി പോകുന്ന ഒരു പരിവാവും. അതുകൊണ്ട് തന്നെ നോക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കി വെന്തോ ഇങ്ങനെ നോക്കണം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ വെന്തിട്ടില്ലായിരുന്നേ. പിന്നെ അതിനുശേഷം പിന്നെ മുട്ടയിറന്ന് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് ഓരോന്നായിട്ട് പോയി. ഇത് മാത്രമല്ല പണി ഉണ്ടാവുക, ഇവരെല്ലാ പാത്രങ്ങളും എടുത്ത് കഴുകി വെച്ച് ഓരോരോ വെള്ളം കൊണ്ടുവന്ന പാത്രം ഉണ്ടാവും, അതുപോലെ സ്നാക്സ് കൊണ്ടുവന്ന പാത്രം, ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി കഴുകി മാറ്റിയൊക്കെ വെക്കണം കേട്ടോ. അപ്പൊ ആദ്യം മുട്ടേന്റെ പരിപാടി, ലാസ്റ്റ് മുട്ട ഇടുന്ന പരിപാടി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ബാക്കി ഉള്ളിയെല്ലാം വാട്ടി മൂപ്പര് സെറ്റാക്കി തന്നിട്ടുണ്ടേ. ഇന്ന് മുളകിട്ട മീനായതിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും ഒരു ചമ്മന്തി വേണം. അത് മാങ്ങ ഉള്ളതിനെ കൊണ്ട് മാങ്ങാ ചമ്മന്തി അരയ്ക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ നല്ല പുളിയുള്ള മാങ്ങയാണേ. മാങ്ങയും പച്ചമുളകും തേങ്ങയും കൂട്ടി അടിപൊളി ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ശരിക്കും സെറ്റാക്കി വെച്ച്. പിന്നെ അതിനുശേഷം ഞാൻ നമ്മളെ മക്കളെ വിളിക്കാൻ വേണ്ടി പോകുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ വിളിക്കുന്നു. ഇപ്പം ചൂടൊക്കെ ആയതിനെ കൊണ്ട് തന്നെ ഓർക്ക് ഉണരാൻ പറ്റൂലേ. പക്ഷേ പരീക്ഷയല്ലേ. കുഞ്ഞു എണീച്ചോടെ, പഠിക്കണ്ടേ? എന്തോ എണീച്ചോ. രണ്ടാളെയും മുഖം കണ്ടാൽ അറിയൂലേ, കുത്തി ഉണർത്തി വന്നൊരവസ്ഥയാട്ടോ. പക്ഷെ എന്നാലും കുറച്ച് വായിച്ചോട്ടെ എന്ന് വിചാരിക്കും. അതൊരു ശീലാവുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് കുറച്ചു നേരം ഒരു 10 മിനിറ്റ് വായിച്ചെങ്കിലേ ഉള്ളൂ. പിന്നെ ചപ്പാത്തി പരത്തണം, ഞാൻ തന്നെ ചുടണം. കാരണം ഇത് രണ്ടും സതീശന് അത്ര വലിയൊരു ഐഡിയ അല്ല. അതുകൊണ്ട് ഞാൻ തന്നെ പരത്തണം കേട്ടോ. കുറച്ച് ഇവർക്ക് 3 ആക്കും പോണ്ടത് പരത്തി വെച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ കേട്ടോ എനിക്കുള്ളത് ഞാൻ പിന്നെ ഉണ്ടാക്കലാണേ. അപ്പം ഇവരത്ത് 3 ആക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ചെണ്ണ അവിടെ പരത്തി വെച്ച്. പിന്നെ ഓരോരുത്തരായിട്ട് കുളിക്കി എന്നിങ്ങനെ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ തങ്ങി നിന്നോളും. അപ്പം കുഞ്ഞുവിനാണ് പരീക്ഷ തുടങ്ങിയത്, സിദ്ധുവിന് തുടങ്ങിയില്ല. സിദ്ധുവിന് വെള്ളിയാഴ്ച കേട്ടോ തുടങ്ങുന്നേ. കുറച്ചു നേരമാണെങ്കിലും ഈ രാവിലെയുള്ള വായന അത് മക്കൾക്ക് നല്ലതാട്ടോ. പിന്നെ നമ്മൾ മീൻ എന്താ കിട്ടിയെന്ന് വെച്ചാൽ വേളൂരി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഞാൻ ഞങ്ങളെ നാട്ടിൽ ചൂളാന്ന് ഞാൻ കൊയിലാണ്ടി പറയും തോന്നുന്നു, ഞെത്തലാന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, ആ പെട്ടെന്ന് വരുന്ന വിമീനില്ലേ വെള്ള, അതാണേ. അതുകൊണ്ട് തന്നെ നല്ലോണം മസാല, അതായത് മുളകും മഞ്ഞളും ഒക്കെ നല്ലോണം തക്കാളിയൊക്കെ വെന്തതിന് ശേഷമാണ് മീൻ ഇട്ടത്. ഇനി പിന്നെ ചോറ് തണിക്കാൻ വെച്ച്. ഈ ചൂടിലായതിനെ കൊണ്ട് ചോറൊക്കെ തണിഞ്ഞ് കിട്ടാൻ ഇത്തിരി പണിയാട്ടോ. പിന്നെ നമ്മളെ മാങ്ങേന്റെ ചമ്മന്തി അരച്ചേ. മാങ്ങേന്റെ ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ. കാരണം എല്ലാം ഇപ്പോൾ ഈ പുളിയും ചുവപ്പ് കളറുള്ള ചമ്മന്തി അരയ്ക്കുന്നപ്പോൾ ഈ പച്ചമുളകും മാങ്ങേന്റെയും കൂടി വന്നപ്പോൾ സൂപ്പർ ചമ്മന്തി ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചപ്പാത്തി എന്ന് പറയുന്നതാണ്. ചപ്പാത്തി ചുട്ട് എന്താ പറയുക, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല, നമ്മളെ മക്കൾക്ക് പോകേണ്ട സമയം കേട്ടോ.
പിന്നെ ഈ മുട്ട റോസ്റ്റ് എന്ന് പറയുന്നത് ചുവപ്പ് കളറാട്ടോ. ദേവു എന്നോട് ചോദിക്കും അതെന്താ അമ്മേ മഞ്ഞ കളറല്ലേ മുട്ട റോസ്റ്റ് ഉണ്ടാവുകയെന്ന്. പക്ഷെ ഈ മുട്ട റോസ്റ്റിന് ഒരു കഥയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യൻ കോഫി ഹൗസില്ലേ അവിടെയൊക്കെ കിട്ടുക ഈ ഇതുപോലത്തെ മുട്ട റോസ്റ്റാട്ടോ. നല്ല രസമാണ് പൊറാട്ടയും മുട്ട റോസ്റ്റും. പക്ഷേ നമുക്ക് പൊറാട്ട ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ ചപ്പാത്തി മുട്ട റോസ്റ്റ് ആക്കി. പിന്നെ ഞാൻ ഇവര് തിന്നുന്നിടത്ത് പോയിരുന്നിട്ടോ. എനിക്ക് ഇഷ്ടം ഇങ്ങനെ പോയിരിക്കാൻ. നല്ല രസമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. സ്കൂളിലെ കാര്യമൊക്കെ കുഞ്ഞു സിദ്ധുമൊക്കെ. പിന്നെ അപ്പോഴേക്കും തന്നെ ഏകദേശം 9 മണിയായിട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. കാരണം പഠിച്ചിക്കെന്ന് പറഞ്ഞാലും 6ാം ക്ലാസ്സിൽ എത്തിക്കുന്നു പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു ശ്രദ്ധ നമ്മളത് വേണമല്ലോ. അപ്പൊ ഞാൻ കുറച്ചൊക്കെ ചോദിച്ചു ചേർക്കുക അതൊന്നും പ്രശ്നമില്ലല്ലോ. പിന്നെ ആസ്വാദന കുറിപ്പ് ഏതാ ഇന്നലെ പഠിച്ചല്ലേ അല്ലേ? സമയം നോക്ക്. 9 സമയായി. സിദ്ധു സമയായി. രണ്ടല്ല പൗച്ച് സിദ്ധു ഇതിന് പരീക്ഷ എഴുതില്ലല്ലോ. ബൈ ബൈ ലോട്ടിക്കില്ലേ? ഓൾ ദ ബെസ്റ്റ്. ഉച്ചയ്ക്ക് വരൂലേ സിദ്ധു? ബൈ. ഡാൻസ് ഉണ്ടാവൂലേ? ബൈ. അങ്ങനെ മക്കള് പോയി. ഇനിയിപ്പം ബാക്കിൽ തന്നെ സതീഷേട്ടനും പോവും. ഞാനിനി എൻ്റെ ബാക്കി പണികളിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്താ വീഡിയോ കാണുന്നപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.